നമസ്കാരം. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു ബ്യൂട്ടി പാർലർ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് മുഖം മിനുക്കി മോദിയെയും BJPയും ഒക്കെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കുക എന്നതാണ് ലക്ഷ്യം. ഗാന്ധിജി കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായതിൻ്റെ 100ാം വാർഷികം, അതേപോലെ തന്നെ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മവാർഷികം. അപ്പോൾ ഈ മുഖമിനുക്കലിൻ്റെ ഒരു പ്രത്യേക അജണ്ടയും അത് തന്നെയാണ്. അതായത് ഗാന്ധിജിയെയും വല്ലഭായ് പട്ടേലിനെയും തിരിച്ചു പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ ഗാന്ധിജിയുമില്ല, വല്ലഭായ് പട്ടേലുമില്ല. സംഗതി ഏകദേശമൊക്കെ അത് വാസ്തവമാണ്. കാരണം ഗാന്ധിജിയെയും വല്ലഭായ് പട്ടേലിനെയും ആരും എങ്ങും കൊണ്ടുപോയിരുന്നില്ല. ഏതാണ്ട് 2014 വരെ ഇവർ സ്വതന്ത്രരായിരുന്നു. പക്ഷേ വളരെ തന്ത്രപരമായി BJPയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ആദ്യം ഗാന്ധിജിയെ ഏറ്റെടുത്തു. സ്വച്ഛ ഭാരത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗാന്ധിജിയുടെ കണ്ണടയാണ് ഓർമ്മ വരുന്നത്. അതിനുശേഷം വല്ലഭായ് പട്ടേലിനെ ഗാന്ധിജിയേക്കാൾ കൂടുതൽ പ്രാമുഖ്യം കിട്ടത്തക്ക രീതിയിൽ വല്ലഭായ് പട്ടേലിനെ അതിവിദഗ്ധമായി BJP ഏറ്റെടുക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രതിമ സൃഷ്ടിച്ച് അവിടെ ഒരു വലിയ ടൗൺഷിപ്പാക്കി മാറ്റി ഇന്ന് ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയും അതോടൊപ്പം തന്നെ വല്ലഭായ് പട്ടേൽ BJPയുടെ സ്വന്തമാവുകയും ചെയ്ത ഒരവസ്ഥയാണ്. ഈ BJP തട്ടിക്കൊണ്ടുപോയ വല്ലഭായ് പട്ടേലിനെയും അതേപോലെ ഗാന്ധിജിയെയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നതും. ആ ലക്ഷ്യം നിറവേറ്റിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്നാണോ ഈ ഗാന്ധിജിയെയും പട്ടേലിനെയൊക്കെ തിരിച്ചു പിടിക്കുന്നത്, ആ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ മോദിയെയും BJPയൊക്കെ പരാജയപ്പെടുത്താം എന്നാണ് കോൺഗ്രസ് കരുതുന്നതെന്ന് തോന്നുന്നു. എന്തൊരു ശുഷ്കമായ ഒരു കാഴ്ചപ്പാടാണ്. ഗാന്ധിജിയുടെ ആശയ ദൃഢതയും അതേപോലെ തന്നെ പട്ടേലിൻ്റെ പ്രായോഗിക ശൗര്യവും കോൺഗ്രസ് പാർട്ടി പ്രാവർത്തികമാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അതുതന്നെ ഒരു വൈരുദ്ധ്യമാണ്. കാരണം ഗാന്ധിജിയുടെ ആശയം പ്രായോഗികമല്ല എന്നുള്ളൊരു പരോക്ഷമായ ഉറക്കെയുള്ളൊരു പ്രഖ്യാപനം കൂടിയാണത്. അതുകൊണ്ടാണ് അവിടെ പട്ടേലിൻ്റെ പ്രായോഗിക ശൗര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു വ്യക്തതയില്ലായ്മയാണ്. ഗാന്ധിജി എന്ന് പറയുന്നത്, ഗാന്ധിജി ഈ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചതും ഇന്നും ഗാന്ധിജി ഏറ്റവും സ്വാധീന ശക്തിയായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നതും ലോകത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നതും ഗാന്ധിജിയുടെ ശക്തി കൂടുതൽ ലോകം തിരിച്ചറിയുന്നതും ഒക്കെ ഗാന്ധിജിയുടെ വ്യക്തത കൊണ്ടായിരുന്നു. ആ ഗാന്ധിജിയുടെ ആശയത്തിൻ്റെ വ്യക്തത കൊണ്ടായിരുന്നു. ആ വ്യക്തതയാകട്ടെ വളരെ സർഗാത്മകവും അങ്ങേയറ്റം പ്രായോഗികവും. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലെ ഓരോ നിമിഷങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തതയും സർഗാത്മകതയുമാണ് നിഴലിച്ച് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും അത് സജീവമായി നിൽക്കുന്നത്. ഉദാഹരണത്തിന് ദണ്ഡി സത്യാഗ്രഹം മാത്രം എടുത്താൽ മതി. അതെങ്കിലും അതെന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഗാന്ധിജി എന്തുകൊണ്ടാണ് ആ ഒരു ദണ്ഡി സത്യാഗ്രഹം ആസൂത്രണം ചെയ്തത്, അത് ഏത് ചിന്തയിൽ നിന്നായിരിക്കും, അതെന്ത് സന്ദേശമാണ് കൊടുത്തത് എന്ന ഒരൊറ്റ സംഗതിയെങ്കിലും നമ്മുടെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആർക്കെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാട്ടിക്കൂട്ടൽ പ്രക്രിയകളോ അതല്ലെങ്കിൽ വിഡ്ഢിത്തങ്ങൾ തന്നെ പറയാം, ഇത്തരം വിഡ്ഢിത്തങ്ങളിലേക്ക് ഏർപ്പെടില്ലായിരുന്നു. അല്പമെങ്കിലും ഗാന്ധിജിയെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തി, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് എന്ന് അല്പമെങ്കിലും അറിയാവുന്ന ഒരു വെളിച്ചമുള്ള വ്യക്തി യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ നേതൃത്വത്തിൽ ശശി തരൂരാണുള്ളത്. ആ ശശി തരൂരിനെ വളരെ മനോഹരമായ രീതിയിൽ കോൺഗ്രസ് ഒതുക്കി നിർത്തുകയും ഇപ്പോൾ പോലും ശശി തരൂർ വളരെ ഒരു സർഗാത്മകമായിട്ടോ അതല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന വിധത്തിലോ ഒക്കെ
ഏതെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടി വിരുദ്ധതയായിട്ട് പോലും കാണുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയും അതേസമയം എന്നാൽ പാർട്ടി വിരുദ്ധതയ്ക്കെതിരെ നടപടിയെടുക്കാൻ പോലും ശേഷിയില്ലാത്ത ദൗർബല്യം പ്രകടമാക്കുന്ന ഒരു കേന്ദ്ര നേതൃത്വം. ഈ നേതൃത്വം എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി അതിഗംഭീരമായ സംവിധാനങ്ങളോടുകൂടി അധികാരത്തിലിരുന്നു കൊണ്ട് വളരെ സൂക്ഷ്മമായ തലത്തിൽ ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് മുന്നേറുന്ന BJPയെ കോൺഗ്രസ് പാർട്ടി നേരിടുക? എങ്ങനെയാണ് പരാജയപ്പെടുത്തുക? ഇത്ര ശുഷ്കവും ഉപരിപ്ലവവുമായ ഭാവനാശൂന്യമായ ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുന്നവർക്ക് പോലും വളരെ ഇതിൻ്റെ എല്ലാം പൊള്ളത്തരം മനസ്സിലാകുന്ന രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ദേശീയ നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം പോലും പേറുന്ന ഒരു പാർട്ടിയാണ് അവശേഷിക്കുന്ന പാർട്ടി. പേറുന്ന പാർട്ടി എന്ന് പറയുന്നില്ല, ആ സംസ്കാരം അടിഞ്ഞു കിടക്കുന്ന ഒരു പാർട്ടിയാണ്. അത് കണ്ടെത്താൻ പോലും കഴിയാത്ത ഒരു ദേശീയ നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്നത്.